ബീച്ചിനപ്പുറം ഒരു ഗ്രാമീണ ജീവിതാനുഭവ വിനോദസഞ്ചാര യാത്രാ പരിപാടിയാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് പ്രാദേശിക ജനതയെയും സഞ്ചാരികളെയും വിനോദസഞ്ചാര സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന സവിശേഷമായ ഒരു യാത്രാ പരിപാടി. ടൂറിസം മുഖേന ഇന്നലെ വരെ സാമ്പത്തിക നേട്ടം ലഭിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ മേഖലയെ ഒരു തിരിച്ചറിവിന് വിധേയമാക്കാനുമുള്ള ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഒരു പ്രയാണമാണ്, അഥവാ അതിലേക്കുള്ള ചുവടുവയ്പ്പാണ് ബീച്ചിനപ്പുറം. പൂമാലയും പൂക്കാരനും ഈറനുടുത്ത് തൊഴുതു തുടങ്ങുന്ന ശുഭദിനങ്ങളും മലയാളിയുടെ ദിനചര്യയുടെ ഭാഗമാണ്. പൂക്കളിൽ തുടങ്ങുന്ന ഗ്രാമജീവിതത്തിന്റെ വർണ്ണക്കാഴ്ചകൾ, ക്ഷേത്രാരാധനയുടെയും മലയാളി ചന്തത്തിന്റെയും ഭാഗമാകുന്ന പൂക്കടകൾ, ചടുലമായ കരവിരുതിന്റെ ഈ നിത്യക്കാഴ്ചകളാണ് ബീച്ചിനപ്പുറം പരിപാടിയിലെ ആദ്യ ഇനം. ഗ്രാമക്കാഴ്ചകളുടെ വൈവിധ്യങ്ങളിൽ തെങ്ങിന്റെ സ്വാധീനം വിളിച്ചോതുന്നതാണ് ഇനിയുള്ള യാത്രാനുഭവങ്ങൾ. തെങ്ങ് എന്ന കൽപ്പവൃക്ഷത്തിന്റെ ഓരോ ഭാഗങ്ങളും മലയാളിയുടെ ജീവിതത്തിന്റെയും ജീവന ഉപാധിയുടെയും ഭാഗമാണ്. ഓലമിടയുന്നതിൽ തങ്കമ്മയുടെ വൈദഗ്ധ്യം കൗതുകമുണർത്തുന്നതാണ്. ഈ വൈദഗ്ധ്യത്തിനു പുറമെ തങ്കമ്മയുടെ വീടും വിവിധ വൃക്ഷലതാദികളാൽ സമ്പന്നമായ പരിസരങ്ങളും ഒരു സഞ്ചാരിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൗതുകമുണർത്തും. കയർ, വനിതകളുടെ കൂട്ടായ്മയും യന്ത്രവൽകൃത കയർ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു സഞ്ചാരിക്ക് സമ്മാനിക്കുക വെറും കൗതുകമല്ല, അതിനുമപ്പുറം അധ്വാനിക്കുന്ന വനിതകളുടെ കൂട്ടായ്മയുടെ ഇടയടുപ്പമാണ്. തെങ്ങിന്റെ കൗശലക്കാഴ്ചകളുടെ വിസ്മയമൊരുക്കുന്ന തണൽ പാഴ്വസ്തുക്കളായ കടലാസ്, തുണികൾ തുടങ്ങി പാഴ്വസ്തുക്കളിൽ ഒരു ഉപയോഗം കണ്ടെത്തുന്നു. കുറേയേറെ ജീവിതങ്ങൾക്ക് ഉപാധിയായും കൂടി മാറുന്ന തണൽ എന്ന സീറോ വേസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രഗത്ഭരായ തൊഴിലാളികൾ. കേരളത്തിന്റെ ശൈശവ വിദ്യാഭ്യാസത്തിന്റെയും ഗ്രാമീണ സാമൂഹ്യ വികസനത്തിന്റെയും മുഖമുദ്രകളായ അംഗൻവാടികൾ. അതിർവരമ്പുകൾക്കപ്പുറം ഏതൊരു മനുഷ്യന്റെയും കുട്ടിക്കാലത്തേക്കുള്ള ഒരു ഗൃഹാതുരത്വ സ്മരണയുണർത്തുന്ന കുറച്ചു നിമിഷങ്ങൾ സഞ്ചാരിക്കായി തുറക്കുന്നു. ഒരു ഗ്രാമചന്തയുടെ പുറം കാഴ്ചകൾ. വിൽപ്പനക്കാരിൽ ഭൂരിഭാഗവും വനിതകളാണിവിടെ. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, നാട്ടിൻപുറ വിപണനത്തിന്റെ രസകരമായ വാഗ്വാദങ്ങൾ, ഒരു ഗ്രാമചന്തയുടെ എല്ലാം ഇവിടെ അരങ്ങേറുന്നു. പരമ്പരാഗതമായ ഒരു തൊഴിലിനെ ഉപാസനയാക്കിയ കൃഷ്ണനാശാരിയുടെ ആല. ഈ തൊഴിൽ വൈദഗ്ധ്യവും തലമുറയായി കിട്ടിയതാണ്. സഞ്ചാരിയുടെ ആശ്ചര്യം ആകാശത്തോളം ഉയർത്താൻ പോന്ന ഈ കഠിനയത്നം ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റാൽക്കോട് രാജു. പ്രഗത്ഭനായ ലോബ്സ്റ്റർ വേട്ടക്കാരനായിരുന്നു രാജു. പരമ്പരാഗത രീതിയിലുള്ള ഈ കൂട് ഓലയുടെ വഴുത ഉപയോഗിച്ചാണ് രാജു നിർമ്മിക്കുന്നത്. രാജുവിന്റെ കരവിരുതും മത്സ്യത്തൊഴിലാളിയുടെ സാഹസികതയും ഒത്തുചേരുമ്പോൾ
അഭിമാനിക്കുവാൻ പോന്ന ഒരു പരമ്പരാഗത മത്സ്യബന്ധന രീതി സഞ്ചാരിക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ഉച്ചയൂണിന്റെ സമയം. ജയപാലന്റെ വീട്ടിലെ ഉമ്മറത്ത് ഇലയിൽ സദ്യവട്ടം തയ്യാറാകുന്നു. നാട്ടിൻപുറത്തെ ഒരു സാധാ റെസ്റ്റോറന്റ് ഉടമയായ ജയപാലന്റെ പാചക വൈദഗ്ധ്യം ഇനി സഞ്ചാരിക്കും അറിയാനുള്ള അവസരമാകുന്നു. കളരി പരിശീലനം നടത്തുന്ന ശൈലേന്ദ്രന്റെ വീടിന്റെ ചുറ്റും ചുവടുകളുടെയും ആയുധമുരസലുകളുടെയും ശീൽക്കാരത്തിലേക്ക്. കേരളത്തിന്റെ സ്വന്തം ആയോധനകലയായ കളരിയും അതിന്റെ വ്യത്യസ്ത ചുവടുകളിലേക്കും അടവുകളിലേക്കും കുറച്ച് നിമിഷങ്ങൾ. മറ്റൊരു വനിതാ കൂട്ടായ്മയുടെ വിജയകഥ കഥകളി രൂപങ്ങളിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുവാനൊരുങ്ങുകയാണ് ഇവിടെ. പ്രസ്സിൽ നിന്നും ലഭിക്കുന്ന പാഴ് പേപ്പറുകളെ പൾപ്പാക്കി അച്ചിൽ നിരത്തി കരവിരുതിനാൽ കഥകളി വേഷങ്ങളുടെ മുഖമുദ്രകൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നു സുനിതയും സംഘവും. ഒരു നെയ്ത്തുശാല. രാഷ്ട്രപതിയുടെ അവാർഡ് വരെ നേടിയെടുക്കാൻ കഴിഞ്ഞ പ്രഗത്ഭനായ നെയ്ത്തുകാരൻ ശ്രീ രാമചന്ദ്രനും നെയ്ത്തുകാരും. ഈ പൈതൃക തൊഴിലിന്റെ പിന്നിലെ അധ്വാനത്തെയും വൈദഗ്ധ്യത്തെയും ആരാധനയോടെ നോക്കിക്കാണാനെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് പയറ്റുവിളയിലെ ഈ നെയ്ത്തുശാല. ഇടവഴികളും പാടവും കൃഷിസ്ഥലങ്ങളും ആമ്പൽക്കുളങ്ങളും ഒക്കെ കടന്ന് ഇതാ യാത്ര വെള്ളായണിക്കായലിന്റെ തെക്കേ അറ്റത്തെത്തുന്നു. അജി എന്ന മത്സ്യത്തൊഴിലാളിയുടെ മത്സ്യബന്ധന രീതികൾ ഇവിടെ സഞ്ചാരിക്ക് നേരിട്ട് മനസ്സിലാക്കാം. സ്വന്തം തെങ്ങിലെ കരിക്ക് സഞ്ചാരിക്ക് കുടിക്കുവാൻ അജി തന്നെ തെങ്ങുകയറുന്നു. ഉപചാരത്തിന്റെയും ഉപജീവനത്തിന്റെയും ഗ്രാമസ്പർശം സഞ്ചാരിയെ ഗ്രാമത്തനിമയിലേക്കും നന്മയിലേക്കും സ്വീകരിച്ച് യാത്രാമൊഴി നൽകുന്നു. ഈ കാഴ്ചകൾക്കപ്പുറം ഗ്രാമീണ ജീവിതത്തിന്റെ നേരുള്ള കുറേയേറെ ദൃശ്യങ്ങൾ ബീച്ചിനപ്പുറം സമ്മാനിക്കുന്നു. സഞ്ചാരികളെത്തുന്ന ഓരോ ഭവനവും പണിശാലയും എല്ലാം ആതിഥേയത്വത്തിന്റെ ദേവസ്പർശത്തിനുമപ്പുറം ഗ്രാമവാസികൾക്ക് സമ്മാനിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളും സാമൂഹിക പുരോഗതിക്കുള്ള പുതിയ മാർഗങ്ങളുമാണ്.